ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരെ വർഗീയവാദികൾ കഠിനമായി ആക്രമിക്കുമെന്ന കാര്യത്തിൽ പുതുമയില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചു നാളായി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നെ ഒരു ഹിന്ദു വർഗീയവാദിയാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് RSS ഇതുപോലെ മുസ്ലിം വർഗീയതയുടെ ആളാണ് ഞാൻ എന്ന നിലയിൽ ഒരു പ്രചരണം നടത്തിയിരുന്നു. ഇരു വർഗീയവാദികളും ഒരേപോലെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ ഒരു തുടർച്ചയാണ്. സത്യത്തിൽ ഈ പ്രചരിക്കുന്നത് ഒരു ഇരട്ടക്കള്ളമാണ്. അതായത് നടക്കാത്ത ഒരു കൂടിക്കാഴ്ച. എന്നെ അയാൾ സന്ദർശിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ, എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളെ എനിക്ക് പരിചയം പോലും ഇല്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരാൾ എന്നെ സന്ദർശിച്ചു എന്നൊരു കളവ് ആദ്യം പ്രചരിപ്പിക്കുക. അതിനുശേഷം ആ സന്ദർശനം, നടക്കാത്ത സന്ദർശനം, ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതായി രണ്ടാമത്തെ കളവ് പ്രചരിപ്പിക്കുക. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇരട്ടക്കള്ളമാണ്. സാധാരണ വർഗീയവാദികൾ കള്ളമാണ് പറയുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിലെ ജമാഅത്ത് വിഭാഗവും ഇരട്ടക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇരട്ടക്കള്ളത്തെ ദേശാഭിമാനിയുടെ പേരിൽ ഒരു വ്യാജ കാർഡിലാക്കുക. അപ്പം മൂന്നാമത്തെ കള്ളമായി. അപ്പോൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും കള്ളം മാത്രമായ ഒരു കാര്യമാണ് അത് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പരിശോധിക്കുമ്പോഴാണ് കുറച്ചു നാളായി ദേശാഭിമാനിയുടെ പേരിൽ, ഇടയ്ക്ക് കൈരളിയുടെ ഉണ്ട് ഒക്കെ പേരിൽ വ്യാജമായ ഇത്തരം കാര്യങ്ങൾ, ഗവേഷണം നടത്തിയ കള്ളങ്ങൾ, സാധാരണ ആളുകൾ പറയുന്നതിനേക്കാൾ കുറെ കൂടി ആലോചിച്ച് ആളുകൾ വിശ്വസിക്കണം എന്ന ഉദ്ദേശത്തോടെയുള്ള തയ്യാറാക്കിയ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാജ പ്രചരണമാണിത്. സാധാരണ ഇത്തരം പ്രചരണമൊക്കെ നമ്മൾ അവഗണിക്കാറാണ് പതിവ്. പക്ഷേ ഇത് ദേശാഭിമാനിയുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുകയാണ്. അപ്പോൾ അത് കുറെ കൂടി ഗൗരവതരമാണത്. അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്.